ദൈവം നമ്മെ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. ഒരു കാലത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. എത്ര പേർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്? ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ലഭിച്ച സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്വതന്ത്രരാക്കി വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കിടന്നപ്പോൾ ഭയങ്കര ദുരിതം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചു. ഇല്ലേ? പ്രാർത്ഥനയ്ക്കാൻ കഴിയാതെ, നേരെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, നേരെ ജോലി ചെയ്യുവാൻ കഴിയാതെ, തലമുറകളെ വളർത്തുവാൻ കഴിയാതെ ഒക്കെ അവർ ഭാരം അനുഭവിച്ചു. ആ ഭാരത്തിൽ നിന്ന്, ആ ഇരുളന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരൊന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിലർ രക്തം ചിന്തിയാലും വേണ്ടുമില്ല, മരണപ്പെട്ടാലും വേണ്ടുമില്ല, ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് പറഞ്ഞ് ചില പോരാളികൾ ഇറങ്ങിത്തിരിക്കുവാനിടയായിരുന്നു. ത്യാഗോചനമായ പ്രയത്നം കൊണ്ടാണ് കിട്ടിയിരുന്നത്. 79 വർഷം മുമ്പ് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായിരുന്നത്. അനേകം രക്തം ചൊരിയപ്പെട്ടു, അനേകം മരിച്ചുപോയി. കല്ലറകളെല്ലാം ഇന്നും അടഞ്ഞു കിടക്കുകയില്ല. ഇതുപോലെ ദൈവ കൽപ്പന ലംഘിച്ച മനുഷ്യൻ പിശാചിന്റെ അടിമത്തത്തിനകത്ത് ഒഴുകി പോകുവാനിടയായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ സാധിക്കേണ്ടതിന് പിതാവിന്റെ പദ്ധതിയാണ് ദൈവിക പദ്ധതിയാണ് ക്രിസ്തു സ്വതന്ത്രനാക്കിയത്. രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള സ്വാതന്ത്ര്യം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നോക്കണം. ഏതെങ്കിലും മേഖലകളിൽ, ഏതെങ്കിലും മുഖത്തിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ശത്രു ഏതെങ്കിലുമൊക്കെ മുഖങ്ങളെ നമ്മുടെ മേൽ വെച്ചുകൊണ്ട് ഇന്നും ആഴപ്പെടുത്തുന്നുണ്ടോ? ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അനുവദിക്കാതെ, സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുവാൻ അനുവദിക്കാതെ, സന്തോഷത്തോടെ ഒന്ന് ഭക്ഷണം കഴിക്കുവാൻ അനുവദിക്കാതെ, സന്തോഷത്തോടെ ഒന്ന് ആരാധിക്കുവാൻ അനുവദിക്കാതെ പൈശാചിക മണ്ഡലം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ള ശക്തിയാണ് അവർ സ്വാതന്ത്ര്യമായിട്ടുള്ളൂ. സന്തോഷപ്പെടുത്തി ഇതിനെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും
കുടുങ്ങി പോകരുത്. കുടുങ്ങി പോകരുത്. ഇന്ന് കടലിൽ കുടുങ്ങി പോകരുത് എന്ന് നിയമത്തോടെ പിടിച്ചു കുടുങ്ങി പോകരുത്. പുത്രന്റെ സ്വാദം വേണ്ടത് യാതൊന്നിനകത്ത് കുടുങ്ങി പോകരുത്. അതിന്റെ സ്വാതന്ത്ര്യം ബന്ധങ്ങളിൽ അല്ലാത്ത കൂട്ടുകെട്ടുകളിൽ അതിന്റെ സ്വാതന്ത്ര്യം അല്ലാത്ത ആവശ്യങ്ങളിൽ കുടുങ്ങി പോകരുത്. ബുദ്ധിമുട്ട് സ്വാതന്ത്ര്യപ്പെടുത്തിയത് ഈ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കുക. കുടുങ്ങി പോകുവാനല്ല, അവന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഒന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അഞ്ചാം അധ്യായത്തിന്റെ അതിന്റെ 13ാമത്തെ വാക്യം കൂടെ ശബ്ദം ഉയർത്തി വായിച്ചു തരുന്നു. എന്തിനാ വിളിക്കപ്പെട്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ ഇനി ഇതിനകത്തിരിക്കുന്നത് പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ ഇന്നും ഞാൻ സ്വതന്ത്രൻ. യാതൊരു ചിന്തകളോ യാതൊരു ബലഹീനതകളോ യാതൊരു എന്റെ എടുത്തിട്ടില്ല, എന്നെ എടുത്തിട്ടില്ല. ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം വന്നതുകൊണ്ട് എന്നെ അകത്തുന്ന ശക്തരുടെ ഞാൻ ജയാളിയാണ്. എന്തെല്ലാം രോഗങ്ങൾ കടന്നു വന്നാലും എന്റെ ഹൃദയത്തെ എന്തെല്ലാം മുതലുകൾ വന്നാലും എന്റെ വേർതിരിച്ചത് ഞാൻ സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാനാണ്. ശരീരത്തെ എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എനിക്ക് വേണ്ടി യാത്രമായി തീർന്നതുകൊണ്ട് അതിന്റെ അവസാനത്തിലേക്ക് എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട എന്നെ കുറിച്ച് വേർതിരിച്ചതുകൊണ്ട് ഞാൻ ദൈവാത്മാവിന്റെ ഇതുകൊണ്ട് കാലം ഞാൻ വിളിച്ചു പറയും. ഏറ്റെടുക്കുന്നവരെ ഏറ്റെടുത്തോ. ഒരു കാര്യം നിങ്ങളെ ശത്രു ദേശത്ത് പ്രാർത്ഥിക്കുന്നവരെ